ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പറയുന്നത് പോലെ നീ ചെയ്യുകയില്ലയോ? പ്രിയരെ, ശിവഗിരിക്കുന്നിന്റെ താഴ്വാരത്ത് തെക്കുവടക്കായി ഒരു നല്ല തോടുണ്ടായിരുന്നു. ആ തോട്ടിലെ നീരൊഴുക്കിന്റെ ചെറു സംഗീതം ശിവഗിരിയിലേക്ക് പ്രവേശിക്കുന്നവരുടെയെല്ലാം ഹൃദയങ്ങളെ തൊട്ടുണർത്തുമായിരുന്നു. അക്കാലത്ത് ആ തോടിന്റെ ചില ഭാഗങ്ങളിൽ കുറുക്കിന് മണൽത്തിട്ടയുണ്ടാക്കി വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അണകെട്ടി നിർത്തിയിരുന്ന വെള്ളമാണ് പ്രധാനമായും ശിവഗിരിയിലെ കൃഷികാര്യങ്ങൾക്കായി ഉപയോഗിച്ചു വന്നിരുന്നത്. ആ തോടിന്റെ വടക്കേ അറ്റത്ത് കെട്ടി നിർത്തിയിരുന്ന വെള്ളത്തിൽ പശുക്കളെ കുളിപ്പിച്ചും വന്നിരുന്നു. ഒരിക്കൽ ആസ്മാരോഗമുള്ള ഒരാൾ അന്തേവാസിയായി കൂടുന്നതിന് ശിവഗിരിയിലെത്തുകയുണ്ടായി. അയാളുടെ നട്ടെല്ല് വളഞ്ഞതും ശരീരം തീരെ ശോഷിച്ചുമാണ് ഇരുന്നിരുന്നത്. അതിനാൽ ഒരു ജോലി ചെയ്യുന്നതിനുള്ള ശേഷി അയാൾക്കുണ്ടായിരുന്നില്ല. ഗുരുദേവൻ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് ശിവഗിരിയിൽ മടങ്ങിയെത്തിയപ്പോൾ പുതിയൊരു അന്തേവാസി വന്നു ചേർന്നിട്ടുള്ളതായി അറിഞ്ഞു. അയാൾ ഉടനെ ഓടിയെത്തി ഗുരുദേവനെ നമസ്കരിച്ചു. അയാളുടെ രോഗവും വളഞ്ഞ നട്ടലും ശോഷിച്ച ശരീരവും ഒക്കെ കണ്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു, നിനക്ക് പശുക്കളെ കുളിപ്പിക്കാമോ? അയാൾ ആസ്മയുടെ വലിവിനിടയിൽ പ്രയാസപ്പെട്ട് പറഞ്ഞു, കുളിപ്പിക്കാം. ഗുരുദേവൻ, നാളെ മുതൽ ദിവസവും രാവിലെ പശുക്കളെ തോട്ടിൽ കൊണ്ടുപോയി നന്നായി കുളിപ്പിക്കണം. ഗുരുദേവന്റെ ആ കൽപ്പന കേട്ട് മറ്റുള്ളവർ തമ്മിൽ നോക്കി. ഒരു കയറുപോലും എടുക്കുവാൻ കെൽപ്പില്ലാത്ത അവൻ 4-5 പശുക്കളെ എങ്ങനെ കൊണ്ടുപോയി കുളിപ്പിക്കുമെന്നായിരുന്നു അവരുടെ വിചാരം. വലിവ് കൊണ്ട് കഷ്ടപ്പെടുന്ന അവനോട് ഇത്രയും കഠിനമായൊരു പണി ചെയ്യുവാൻ ഗുരുദേവൻ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കുമെന്നും അവർ ആലോചിച്ചു. അടുത്ത ദിവസം രാവിലെ അയാൾ വലിവിന്റെ പ്രയാസം സഹിച്ചുകൊണ്ട് കൂനിക്കൂനി വന്ന് പശുക്കളെ തൊഴുത്തിൽ നിന്നും അഴിച്ച് തോട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പശുക്കളെ കുളിപ്പിക്കുന്നത് കാണുവാനായി ഗുരുദേവൻ അവിടെയെത്തി. അയാൾ പാളയിൽ വെള്ളം കോരി പശുക്കളുടെ തലയിൽ ഒഴിച്ചപ്പോൾ ഒരു പശു മുൻകാലുകൾ രണ്ടും ഉയർത്തി ചാടുവാൻ ഭാവിച്ചു. അത് കണ്ടിട്ട് ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞു, ആദ്യം അതിന്റെ ദേഹത്ത് തേച്ചു കഴുകണം, എന്നിട്ട് കുളിപ്പിച്ച് തീരാറാകുമ്പോൾ മാത്രം തലയിൽ വെള്ളമൊഴിച്ചാൽ മതി. പക്ഷേ ഗുരുദേവന്റെ ആ കൽപ്പന പശുക്കളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അയാൾ അത്രയ്ക്ക് കേൾക്കുകയുണ്ടായില്ല. അതിനാൽ അയാൾ നേരത്തേതുപോലെ തന്നെ പശുക്കളെ തലയിൽ വീണ്ടും വീണ്ടും വെള്ളം കോരിയൊഴിച്ചു. അപ്പോൾ നേരത്തെ ചാടുവാൻ ഭാവിച്ച പശു വീണ്ടും മുൻകാലുകളെ ഉയർത്തി തുള്ളാനും ചാടാനും ഒക്കെ തുടങ്ങി. അതോടെ മറ്റു പശുക്കളും ചാട്ടമായി. ആ നേരം ഗുരുദേവൻ കയ്യിലിരുന്ന വടിയെടുത്തുയർത്തി, നിന്നോട് പറയുന്നത് പോലെ നീ ചെയ്യുകയില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ കാലിന്റെ പെരുവിരലിൽ ഒരടി വെച്ചു കൊടുത്തു. ഓർക്കാപ്പുറത്തേറ്റ ആ അടിയുടെ ആഘാതത്തിൽ അയാൾ പെട്ടെന്ന് ഞെട്ടി നിവർന്നു നിന്നു. അതോടെ കൂനുമാറി മറ്റുള്ളവരെ പോലെ അയാൾ നിവർന്നു നിൽക്കാൻ തുടങ്ങി. കുറച്ചുനാൾക്കകം അയാളുടെ ആസ്മാരോഗവും മുഴുവനായി തന്നെ ഭേദപ്പെടുകയുണ്ടായി. രോഗിയായിട്ടും അയാളെക്കൊണ്ട് ഗുരുദേവൻ എടുക്കാൻ പറ്റാത്ത പണിയെടുപ്പിച്ചത് അയാളുടെ രോഗവിമുക്തിയെ ഉദ്ദേശിച്ചായിരുന്നുവെന്ന സത്യം അപ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലായത്. സ്നേഹപൂർവ്വം, എൻജൻ കയനാടത്ത്.